നമസ്കാരം. സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇന്നും തുടരുന്ന സാഹചര്യമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെ. അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇന്ത്യൻ മണ്ണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ പരിക്ക് പറ്റാതെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുടരുന്ന ഒരു കരാറുണ്ട്. അത് സിന്ധു നദീജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ചാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ തുടരുമ്പോഴും സിന്ധു നദീജല കരാറിന് വലിയ ഉലച്ചിൽ ഒരു സമയം വരെ ഉണ്ടായിരുന്നില്ല. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ കരാറുകളിൽ ഒന്നാണ് സിന്ധു നദീജല ഉടമ്പടി. സമാധാനപരമായി ജലം പങ്കിടുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കരാർ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3 യുദ്ധങ്ങളുടെ കരാർ അതിജീവിച്ചു. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, സലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ചു നൽകിയിരിക്കുന്നു. ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം പാകിസ്ഥാനാണ്. അതേസമയം കിഴക്കൻ നദികളുടെ പ്രാഥമിക ഉത്തരവാദിത്വം ഇന്ത്യക്കാണ്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നദീജലം പങ്കിടുന്ന സിന്ധു നദീജല കരാറിൽ ഇന്ത്യയുടെ വാദങ്ങൾക്ക് ജയം. സിന്ധു നദീജല ഉടമ്പടി സംബന്ധിച്ച് ലോകബാങ്ക് നിയമിച്ച നിഷ്പക്ഷ വിദഗ്ധൻ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നിലപാട് ശരിവച്ചു. കരാറിലെ 2 കക്ഷികൾക്കിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാക്കുന്ന ഏതൊരു തർക്കവും പരിഹരിക്കാനുള്ള ഏക അധികാരം നിഷ്പക്ഷ വിദഗ്ധന് ആണെന്നിരിക്കെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 2023 ജമ്മു കശ്മീരിലെ ഷിജിൽഹാറാറ്റിൽ ജലവൈദ്യുത പദ്ധതികളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നിഷ്പക്ഷ വിദഗ്ധനും ആർബിട്രേഷൻ കോടതിയുടെ ചെയർമാനെയും നിയമിച്ച ലോകബാങ്ക് നടപടിയിൽ നിന്നാണ് ഈ വിവാദം ഉടലെടുത്തത്. 1960 ഒപ്പുവെച്ച ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ അടിവരയിടുകയും ചെയ്തു. ഉടമ്പടി പ്രകാരം ഏതെങ്കിലും തർക്കമുണ്ടായാൽ ലോകബാങ്കിന് ഒരു നിഷ്പക്ഷ വിദഗ്ധനെ നിയമിക്കാം. അത്തരത്തിൽ നിയമിച്ച വിദഗ്ധനാണ് ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നത്. 1960 സിന്ധു നദീജല ഉടമ്പടിയുടെ അനുബന്ധം Fലെ ഖണ്ഡിക 7 പ്രകാരം നിഷ്പക്ഷ വിദഗ്ധൻ നൽകിയ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനം ഇന്ത്യയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. നിഷ്പക്ഷ വിദഗ്ധന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കി. അതേസമയം സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1947 ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതടത്തെയും 2ആയി മുറിച്ചു. അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾ അടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. അതിനാൽ തന്നെ ജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ ആവശ്യമായിരുന്നു. 1948 മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്ത്യ ഡൊമിനൽ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ കരാറിന്റെ പൊതുവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണ കഴിയാത്ത വന്നതോടെ ആ കരാർ പരാജയപ്പെട്ടു. തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ 1951 ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളിലുമുള്ള ജലസേചന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ലോകബാങ്കിനെ സമീപിച്ചു. ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനം ലോകബാങ്ക് മുന്നോട്ട് വെച്ചു. ഒടുവിൽ 1960 ഏകദേശം 1 ദശാബ്ദത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തി. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ഏകദേശം 6 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ലോകബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് WAB ഇലിഫിയാണ് കരാറിൽ ഒപ്പുവെച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.